ലോക്ക്ഡൌൺ പ്രതിസന്ധിക്കിടയിലും സഹപ്രവർത്തകന്റെ ചികിത്സയ്ക്ക് കാരുണ്യയാത്രയ്ക്ക് സന്നദ്ധരായി സ്വകാര്യ ബസ് ഉടമയും തൊഴിലാളികളും. കിഡ്നി സംബന്ധമായ അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കൂത്തുപറമ്പ് ആമ്പിലാട് ചോരക്കുളത്തെ കൃഷ്ണാമൃതത്തിൽ KV ദിജേഷിന്റെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കാൻ തലശ്ശേരി കൂത്തുപറമ്പ് വായന്നൂർ പേരാവൂർ റൂട്ടിലോടുന്ന തീർത്ഥം ബസ്സാണ് വെള്ളിയാഴ്ച കാരുണ്യയാത്ര നടത്തിയത്. ഈ ബസ്സിലെ ഡ്രൈവറായിരുന്ന ദിജേഷ് കിഡ്നി സംബന്ധമായ അസുഖം ബാധിച്ച് 2 വർഷത്തിലധികമായി ചികിത്സയിലാണ്. ആരോഗ്യസ്ഥിതി ഗുരുതരാവസ്ഥയിലായതിനാൽ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഇതിനകം ചികിത്സയ്ക്കായി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. ഭാര്യയും വിദ്യാർത്ഥിയായ ഒരു മകനുമടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായ ദിജേഷിന് അസുഖം കാരണം 1 വർഷത്തോളമായി ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി വാർഡ് കൗൺസിലർ V. പ്രഭാകരൻ ചെയർമാനായും CK സുരേഷ് ജനറൽ കൺവീനറായും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം നടത്തിവരുന്നുണ്ട്. ഇതേക്കുറിച്ച് V. പ്രഭാകരൻ. ഡോക്ടർമാർ ഇപ്പോൾ വിധി എഴുതിയിട്ടുള്ളത് വൃക്ക മാറ്റിവെക്കലൂടെ മാത്രമേ ദിജേഷിനെ നമുക്ക് ഒരു നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുള്ളൂ എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദിജേഷിൻ്റെ പ്രദേശത്തുള്ള ആളുകളെല്ലാം ചേർന്നുകൊണ്ട് ഒരു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇന്ന് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ദിജേഷ് ജോലി ചെയ്തിരുന്ന ഈ നീലാംബരി ബസിൻ്റെ തീർത്ഥം ബസിൻ്റെ ഉടമസ്ഥനും അതുപോലെ തന്നെ അതിലെ ജോലി ചെയ്യുന്ന ജീവനക്കാരും ഇന്ന് ഒരു കാരുണ്യയാത്ര നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാവരും പരമാവധി സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് C. ഉമേഷിന്റെ ഉടമസ്ഥതയിലുള്ള തീർത്ഥം ബസ് വെള്ളിയാഴ്ച കാരുണ്യയാത്ര നടത്തിയത്. കൂത്തുപറമ്പ് SI KT സന്ദീപ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. V. പ്രഭാകരൻ, CK സുരേഷ്, വിജീഷ്, C. ഉമേഷ്, ലാലു, പ്രശാന്ത്, ലിജിൻ, വിഷ്ണു, രമേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞങ്ങളെ കൂടെ ഒരുപാട് വർഷം ഈ ബസ്സിൽ ജോലി ചെയ്ത ഞങ്ങളുടെ സുഹൃത്തും ഇതിലെ ഡ്രൈവറുമാണ്. അദ്ദേഹം കുറച്ചു കാലമായി ഒരു കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ചികിത്സാ ഫണ്ടിന് സഹായിക്കാൻ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് ജീവനക്കാരും സഹപ്രവർത്തകരായ ഞങ്ങൾക്ക് ഒരു വഴിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങളോട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ഇതിൻ്റെ ഓണറുമായ ഉമേശൻ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് ചെയ്തിട്ട് ആ കുടുംബത്തിനെ ഒന്ന് സഹായിച്ചൂടെ എന്ന് ഒരു നിർദ്ദേശം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു കാരുണ്യയാത്ര നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇന്നത്തെ ബസ്സിന്റെ ഇതിലുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളും അതുപോലെ ഈ ബസ്സിനും പോരാതെ മറ്റു ബസ്സുകളിൽ ജീവനക്കാരായ കൂടി ഈ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തുന്നുണ്ട്. തൊഴിലാളികൾ വേതനം വാങ്ങാതെയും യാത്രക്കാർ ടിക്കറ്റ് തുകയേക്കാൾ അധികം നൽകിയും ഈ ഉദ്യമത്തിന്റെ ഭാഗമായി ഉമേഷിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള നീലാംബരി ബസ് കഴിഞ്ഞ ദിവസം കാരുണ്യയാത്ര നടത്തി 30,000-ലധികം രൂപ സമാഹരിച്ചിരുന്നു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.